നമസ്കാരം. 2017 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഹാകവി മൊയിൻകുട്ടി വൈദ്യർ പുരസ്കാരത്തിന് അർഹനായത് VM കുട്ടി. റീതിങ്കിങ് ജുഡീഷ്യൽ റിഫോംസ് റിഫ്ലക്ഷൻസ് ഓൺ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. നോർക്ക റൂട്ട്സിന്റെ CEO ആയി നിയമിതനാകുന്നത് ആര്? ഡോക്ടർ KN രാഘവൻ. പരിഭാഷകർക്കായി ബ്രിട്ടനിലെ ചാൾസ് വാലേസ് ഇന്ത്യ ട്രസ്റ്റ് നൽകുന്ന ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ഡോക്ടർ ശ്രീദേവി K നായർ. 2017 ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം റേഡിയോ ഈസ് യു. 2017 കാഴ്ച പരിമിതരുടെ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്ന് കണ്ടെത്തിയ കായിക തർക്കപരിഹാര കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ലണ്ടൻ ഒളിമ്പിക്സ് 800 മീറ്റർ ഓട്ടത്തിലെ സ്വർണ്ണ മെഡൽ നഷ്ടമായ റഷ്യൻ അത്ലറ്റ് മരിയ സവിനോവ. 2017 നാഷണൽ വുമൺ കോൺഗ്രസ് പാർലമെന്റ് പ്രമേയം എന്ത്? എംപവറിംഗ് വുമൺ സ്ട്രെങ്തനിങ് ഡെമോക്രസി. ഈയിടെ ആഭ്യന്തര ഫുട്ബോൾ ലീഗ് മത്സരത്തിനിടെ ഉണ്ടായ തിരക്കിൽപ്പെട്ട് 17 പേർ മരിച്ച രാജ്യം അങ്കോള. 2017 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ടെഹ്റാൻ, ഇറാനിലാണ്. ഭ്രമണപഥത്തിൽ മാറ്റം വരുത്തി 3 വർഷത്തേക്ക് കൂടി പ്രവർത്തനം ദീർഘിപ്പിച്ച ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം മംഗൾയാൻ. ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രമന്ത്രി പദം വഹിച്ച മലയാളി ഇ അഹമ്മദ് 3650 ദിവസം. ഇന്ത്യൻ മണ്ണിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺസ് നേടിയ താരം വിരാട് കോഹ്ലി. 59ാമത് ഗ്രാമി അവാർഡ്സ് 2017 ബെസ്റ്റ് വേൾഡ് മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ച യോ യോ മായുടെ സിംഗ് മീ ഹോം എന്ന ആൽബത്തിൽ തബല വായിച്ച ഇന്ത്യക്കാരൻ സന്ദീപ് ദാസ്. 2017 ലോക തണ്ണീർത്തട ദിനത്തിന്റെ സന്ദേശം വെറ്റ്ലാൻഡ്സ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് TVK റെഡ്ഡി. ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ആദ്യമായി ശിക്ഷിക്കപ്പെട്ട വ്യക്തി ഹരിനാരായൺ റായ്, മുൻ ജാർഖണ്ഡ് മന്ത്രിയാണ്. ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിനത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന പതിവിന് വ്യത്യസ്തമായി ഫെബ്രുവരി 1 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ഇന്ത്യയിലെ ആദ്യ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് ആരംഭിച്ച നഗരങ്ങൾ ഏതൊക്കെ? റാഞ്ചി, റായ്പൂർ. ആഫ്രിക്കൻ യൂണിയന്റെ പുതിയ ചെയർമാൻ മൗസ ഫക്കി മഹ്മത്ത്. മധ്യ ഹിമാലയൻ മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാന പദ്ധതി ആരംഭിച്ച സംഘടന ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി. റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റിൽ ലയിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ലോകത്തിലാദ്യമായി ജൈവ ഇന്ധനത്തിനായുള്ള നിക്ഷേപങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം അയർലാൻഡ്. റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതി രാഷ്ട്രീയ റെയിൽ സംരക്ഷ കോഷ്.
2016 നവംബർ 9 ഡിസംബർ 30 ഇടയിൽ നടന്ന വലിയ പണമിടപാടുകളെപ്പറ്റി വെരിഫിക്കേഷൻ നടത്തുന്നതിനായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ക്ലീൻ മണി. പ്രവേശന പരീക്ഷയ്ക്കായി നിലവിൽ വരുന്ന പുതിയ ഏജൻസി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ എത്ര പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമെന്നതാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്? 16,000. ലോകത്തിൽ ആദ്യമായി സ്ത്രീകളിൽ ട്രീമാൻ രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം ബംഗ്ലാദേശ്. 33 വർഷത്തിനു ശേഷം ആഫ്രിക്കൻ യൂണിയനിൽ അടുത്തിടെ വീണ്ടും അംഗത്വം നേടിയ രാജ്യം മൊറോക്കോ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചത്? ഗുജറാത്ത്, ജാർഖണ്ഡ്. 1500 കോടിയുടെ ഡിഫൻസ് യൂണിറ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. 2017 ദക്ഷിണേഷ്യൻ സ്പീക്കർ സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ കോർപ്പറേറ്റ് വെബ്സൈറ്റ് bank.sbi. അടുത്തിടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ പരിണാമ ശ്രേണിയിലെ ആദ്യ കണ്ണി എന്ന് കരുതപ്പെടുന്ന സാക്കോർ ഹൈറ്റസ് എന്ന സൂക്ഷ്മജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം ചൈന. അമര സംഗീത ഗന്ധർവ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി KJ യേശുദാസ്. മൗറീഷ്യസിന്റെ പുതിയ പ്രധാനമന്ത്രി പ്രവീന്ദ് കുമാർ ജുഗൌദ്. തീവ്രവാദം അമർച്ച ചെയ്യുന്നതിനായി ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെട്ട വിദേശ രാജ്യം റഷ്യ. അസം നിയമസഭയുടെ പുതിയ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹിതേന്ദ്രനാഥ് ഗോസ്വാമി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫയലുകളുടെ കാലതാമസവും അഴിമതിയും സംബന്ധിച്ച പരാതികൾ ജനങ്ങൾക്ക് ബോധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റ് ഫോർ ദ പീപ്പിൾ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മാൻ ഓഫ് ദ സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് യുസ്വേന്ദ്ര ചാഹൽ. യാത്രക്കിടയിൽ തന്നെ ട്രെയിനിന്റെ ബർത്തുകളും ടോയ്ലറ്റും വൃത്തിയാക്കുന്നതിനായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ ആരംഭിച്ച പദ്ധതി ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് സർവീസ്. ഉത്തേജക മരുന്ന് പരിശോധനയുടെ ചട്ടങ്ങൾ ലംഘിച്ചതിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും 1 വർഷത്തേക്ക് വിലക്കപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് താരം ആന്ദ്രെ റസൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ 6 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം യുസ്വേന്ദ്ര ചാഹൽ. ഏകീകൃത മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കായി നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അതായത് നീറ്റ് മറികടക്കാൻ നിയമസഭയിൽ ബില്ലുകൾ അവതരിപ്പിച്ച സംസ്ഥാനം തമിഴ്നാട്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 2012 ലണ്ടൻ ഒളിമ്പിക്സ് 4x400 മീറ്റർ വനിതാ റിലേയിൽ വെള്ളി മെഡൽ നഷ്ടമായ രാജ്യം റഷ്യ. വീടുകളിൽ ശുചിമുറി ഉള്ളവർക്ക് മാത്രം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന നിയമം നടപ്പിലാക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ പുരുഷ വിഭാഗം ജൂനിയർ സിംഗിൾസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ.
ഇന്ത്യയ്ക്കു വേണ്ടി അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഋഷഭ് പന്ത്. ഏത് വർഷത്തോടെ ഗ്രാമീണ വൈദ്യുതീകരണം 100% ആക്കാനാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്? 2018. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള കന്നുകാലികളെ വികസിപ്പിച്ച രാജ്യം ചൈന. 2017 കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി കോഴിക്കോട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബെസ്റ്റ് IT സ്റ്റാർട്ടപ്പ് ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ കമ്പനി ലുസിഡിയസ്. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവമായി അടുത്തിടെ ഗവേഷകർ സ്ഥിരീകരിച്ചത് മെസൻട്രി. ICCയുടെ 3 പ്രധാന കിരീടങ്ങളായ ഏകദിന ലോകകപ്പ്, ട്വന്റി ലോകകപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നിവ നേടിയ ഏക ക്യാപ്റ്റൻ MS ധോണി. ക്രിക്കറ്റിൽ 3 ഫോർമാറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ രാജ്യാന്തര മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ MS ധോണി. ഏറ്റവും കൂടുതൽ ട്വന്റി വിജയങ്ങൾ നേടിയ ക്യാപ്റ്റൻ MS ധോണി. ഹെയ്ത്തിയുടെ പുതിയ പ്രസിഡന്റ് ജോവനേൽ മൊയ്സി. അടുത്തിടെ ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്ത ദ പീപ്പിൾസ് പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് SM ഖാൻ. ഗൂഗിൾ ഹോം പേജിൽ ആദരിക്കപ്പെട്ട ഇന്ത്യൻ സാമൂഹിക പ്രവർത്തക സാവിത്രി ഭായ് ഫുലെ. ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് പരിശീലനം നൽകുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി ഡിജിറ്റൽ അൺലോക്ക്ഡ്. അടുത്തിടെ ഇന്ത്യയുടെ ഏകദിന ട്വന്റി ടീമുകളുടെ ക്യാപ്റ്റൻ പദവിയിൽ നിന്ന് പിന്മാറിയ താരം MS ധോണി. 62ാമത് ദേശീയ സീനിയർ സ്കൂൾ മീറ്റിന്റെ വേദി പൂനെ. അടുത്തിടെ ലണ്ടനിലേക്ക് ഗുഡ്സ് ട്രെയിൻ സർവീസ് ആരംഭിച്ച ഏഷ്യൻ രാജ്യം ചൈന. സുപ്രീം കോടതിയുടെ 44ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് JS കെഹാർ. സിഖ് സമുദായത്തിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തി ജസ്റ്റിസ് JS കെഹാർ. ഉറുഗ്വേയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത് സഞ്ജീവ് രഞ്ജൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് സുരേഖ മറാണ്ടി. ബിസിനസ് ഇടപാടുകൾ ഡിജിറ്റൽ ആക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട കമ്പനി കൊക്കക്കോള. കേരളത്തിലെ തനത് നാടൻ കലകളുടെ പരിപോഷണവും പുനരുജ്ജീവനവും ലക്ഷ്യമിട്ട് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി ഉത്സവം 2017. ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവിയായി നിയമിതനായ മലയാളി ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ്. കേരളത്തിലെ ജയിലുകളിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനായി സംസ്ഥാന സർക്കാർ നിയമിച്ച ഏക അംഗ കമ്മീഷൻ ആര്? ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. 104ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്ഥലം തിരുപ്പതി. 104ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് പ്രമേയം എന്ത്? ദേശീയ വികസനത്തിന് ശാസ്ത്രവും സാങ്കേതികതയും.
അതായത് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്. ഈയിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവവാഹക ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 4